ഹായ്, സാധാരണ നമ്മുടെ കോൺവെർസേഷനിൽ പറയാറുള്ള ചില പ്രയോഗങ്ങളാണ്. നിങ്ങൾക്ക് വേറെ എന്താ വേണ്ടത്, വേറെ ആരൊക്കെയാണ് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നത്, വേറെ ആരെയൊക്കെയാണ് നിങ്ങൾ ക്ഷണിച്ചിരുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ. ഇതൊക്കെ എപ്പോഴും നമ്മുടെ സംഭാഷണങ്ങളിൽ വരുന്നതാണ് അല്ലേ. ഇന്നത്തെ ടോപ്പിക് അതിനെക്കുറിച്ചാണ്. വേറെ ആരെങ്കിലും, വേറെ എവിടെയെങ്കിലും, വേറെ ആരെ, വേറെ എപ്പോൾ എന്നൊക്കെ. ഇന്നത്തെ ലെസൺ ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. എൽസ് എന്ന ഒരു വേർഡും ആയിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ചില ഫ്രേസസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. എൽസ് എന്നാൽ വേറെ. ഇനി ഈ എൽസുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. വാട്ട് എന്നുള്ള വേർഡ് എല്ലാവർക്കും അറിയാം. എന്ത്. വാട്ട് എൽസ് എന്ന് ചോദിച്ചാൽ എൽസ് എന്ന വാക്ക് വാട്ട് എന്ന വേർഡിനോട് ചേർത്തു. വാട്ട് എൽസ്. വാട്ട് എൽസ് എന്ന് പറഞ്ഞാൽ വേറെ എന്ത്. വാട്ട് എൽസ് ഡു യു വാണ്ട് എന്ന് ചോദിച്ചാൽ വേറെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെല്ലുന്നു. കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ ഷോപ്പ് കീപ്പർ നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് എൽസ് ഡു യു വാണ്ട്, നിങ്ങൾക്ക് വേറെ എന്താണ് വേണ്ടത്. ഹൂ എൽസ്. ഹൂ എന്നാൽ ആര്. ഹൂ എൽസ് മീൻസ് വേറെ ആര്. ക്ലാസ്സിൽ ടീച്ചർ ഒരു കുട്ടി ആബ്സെൻ്റ് ആണെന്ന് വേറെ മറ്റുള്ള കുട്ടികൾ പറയുന്നു. അപ്പോൾ ഓക്കെ, ആ കുട്ടി ആബ്സെൻ്റ് ആണ്. ഇനി വേറെ ആര്. ഹൂ എൽസ്. ഹൂ എൽസ് ഈസ് ആബ്സെൻറ്റ്. വേറെ ആരാണ് ആബ്സെൻറ്റ്. ഹൂ എൽസ് വാസ് ഇൻ ദ പാർട്ടി. വേറെ ആരാണ് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. ഹൂ എൽസ് നീഡ്സ് ഹെൽപ്പ്. വേറെ ആർക്കാണ് ഹെൽപ്പ് വേണ്ടത്. നെക്സ്റ്റ് വൺ, ഹൂം എൽസ്. ഹൂം എന്നാൽ ആരെ എന്നാണ് മീനിങ്. അപ്പോൾ ഹൂം എൽസ് എന്ന് പറയുമ്പോൾ വേറെ ആരെ. ഹൂം എൽസ് ഡിഡ് യു ഇൻവൈറ്റ്. ഇൻവൈറ്റ് മീൻസ് ക്ഷണിക്കുക. ഹൂം എൽസ് ഡിഡ് യു ഇൻവൈറ്റ്. വേറെ ആരെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ഷണിച്ചിട്ടുള്ള ആളുകളുടെ നെയിംസൊക്കെ നമ്മളോട് വേറെ ഒരാൾ പറയുമ്പോൾ പിന്നെ വേറെ ആരെയാണ് ക്ഷണിച്ചത് എന്ന് ചോദിക്കില്ലേ. അതാണ് വെൻ എൽസ്. വെൻ മീൻസ് എപ്പോൾ. വെൻ എൽസ് മീൻസ് വേറെ എപ്പോൾ. വെൻ എൽസ് വിൽ യു ഗോ ദർ. വേറെ എപ്പോഴാണ് നിങ്ങൾ അവിടെ പോകുന്നത്. വേറെ എപ്പോൾ. അപ്പോൾ പോകുന്ന സമയമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ എപ്പോഴാണ് പോകുന്നത്. അപ്പോൾ വെൻ എൽസ് വിൽ യു ഗോ ദർ. വൈ എൽസ്. വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. വൈ എൽസ്. അപ്പോൾ അതൊരു റീസൺ പറയാനാണ്. വേറെ എന്തുകൊണ്ട്, വേറെ എന്തിന് എന്ന് ചോദിക്കില്ലേ. അതാണ് വൈ എൽസ് ഡു ഐ നീഡ് ടു ഡു ദിസ്. ഏതെങ്കിലും ഒരു വർക്ക് നമ്മളോടൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, ഓക്കെ ഞാനത് ചെയ്യാം, പക്ഷേ എന്താ അത് ഞാൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്ന് പറയുമ്പോൾ കുറേ ആവശ്യങ്ങൾ, കുറേ കാര്യങ്ങൾ, കുറേ റീസൺസ് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വൈ എൽസ്, പിന്നെ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ചോദിക്കില്ലേ. അതാണ് വേറെ എന്തുകൊണ്ട്. വൈ എൽസ് ഡു ഐ നീഡ് ടു ഡു ദിസ്. ഓക്കെ, കുറച്ച് റീസൺസൊക്കെ എനിക്ക് മനസ്സിലാക്കാം ഞാനിത് ചെയ്യേണ്ടതിന്, പക്ഷേ ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ. വൈ എൽസ്. വേറെ എന്തിന്. ഹൗ എൽസ്. ഹൗ മീൻസ് എങ്ങനെ. ഹൗ എൽസ് വേറെ എങ്ങനെ. ഹൗ എൽസ് ക്യാൻ ബി പാസ് ദിസ് എക്സാം. വേറെ എങ്ങനെയാണ് ഈ എക്സാം പാസ്സാകാൻ പറ്റുക. വേർ എൽസ്. വേർ മീൻസ് എവിടെ. വേർ എൽസ് വേറെ എവിടെ. വേർ എൽസ് വിൽ ഐ ഗോ. ഞാൻ വേറെ എവിടെ പോകും. വേർ എൽസ് ഹാവ് യു ഇൻവെസ്റ്റഡ് ദ മണി. വേറെ എവിടെയാണ് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംവൺ എൽസ്. വേറെ ആരെങ്കിലും. സംവൺ എൽസ് വിൽ ഡു ഇറ്റ്. വേറെ ആരെങ്കിലും ചെയ്യും അത്. സംവൺ എൽസ് വിൽ ഗോ ദർ. വേറെ ആരെങ്കിലും അവിടെ പോകും. എവറിത്തിങ് എൽസ്. മറ്റെല്ലാം, മറ്റുള്ളതെല്ലാം, വേറെയെല്ലാം. എവറിത്തിങ് എൽസ് ഈസ് ഫൈൻ. എല്ലാം, മറ്റെല്ലാ കാര്യങ്ങളും ശരിയാണ്. എനിത്തിങ് എൽസ്. വേറെ എന്തെങ്കിലും. ഡു യു വാണ്ട് എനിത്തിങ് എൽസ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ. ഒരു കുട്ടി ഒരു ഡ്രോയിങ് പേപ്പറും അതുപോലെ ഒരു കളർ പെൻസിലൊക്കെ കൊടുത്തൊരു കുട്ടിയെ ഡ്രോയിങ് ചെയ്യാനായിട്ട് കുട്ടി റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ കുട്ടീനോട് ഡു യു വാണ്ട് എനിത്തിങ് എൽസ് എന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും നിനക്ക് വേണോ. എനിത്തിങ് എൽസ് മീൻസ് അത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് കൂടുതൽ, അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസിലാണ് പറയുന്നത്. ഐ വാണ്ട് സംതിങ് എൽസ്. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. എനിക്ക് വേറെ ഒരു കാര്യം കൂടി വേണമെന്ന് പറയില്ലേ. ഇനി നമുക്ക് പറയാം, ഷീ വാണ്ട്സ് സംതിങ് എൽസ്. അവൾക്ക് വേറെ എന്തോ കൂടി വേണം. സംതിങ് എൽസ്, എന്തോ കൂടി, വേറെ എന്തെങ്കിലും കൂടി വേണം.
ഫോർ എക്സാമ്പിൾ ഡ്രോയിങ് ചെയ്യാനിരിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ സ്കെയിൽ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഇറേസർ വേണ്ടി വരും. അപ്പോൾ ഷീ വാണ്ട്സ് സംതിങ് എൽസ്, വേറെ എന്തോ കൂടി ആ കുട്ടിക്ക് വേണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ കുട്ടി വേണമെങ്കിൽ പറയാം ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് എൽസ്, എനിക്ക് ഒന്നും വേണ്ട. അതല്ലെങ്കിൽ ഐ വാണ്ട് നത്തിങ് എൽസ്, നത്തിങ് എൽസ്, വേറെ ഒന്നും വേണ്ട. ഈസ് ദർ എനിബഡി എൽസ് ഇൻ ദാറ്റ് റൂം, വേറെ ആരെങ്കിലും ആ റൂമിലുണ്ടോ? ഇപ്പോൾ കുറച്ച് ആളുകൾ അവിടെ ഉള്ള ആളുകളെ അറിയാം, പിന്നീട് വേറെ ആരെങ്കിലും. അപ്പോൾ നമുക്ക് ചോദിക്കാം ഈസ് ദർ എനിബഡി എൽസ് ഇൻ ദാറ്റ് റൂം. എൽസ് എന്ന ഒരു വാക്കിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? ഇനി കമൻറ്റ് ബോക്സിൽ എൽസ് എന്ന വാക്ക് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്രേസ്, ആ ഫ്രേസ് വെച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് എഴുതണം കേട്ടോ.